അതിന്റെ വൈഫിന്റെ പ്ലാച്ചിയാണത്. എന്നിട്ട് നിങ്ങൾ അനിമോളുടെ പ്ലാച്ചി എടുത്ത് ഈ നോർമലി സ്ത്രീകൾക്കാണ് ഈ പറഞ്ഞ ടെഡി ബെയറിനോടും ഈ പറഞ്ഞ എന്താ പറയാ ഈ പറഞ്ഞ പാവക്കുട്ടിയോടും ഇഷ്ടം. എനിക്കൊരു അത് TV ഷോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് അരോചകമായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ എടുത്ത് എറിഞ്ഞു പറഞ്ഞു. അത് നന്നായിരുന്നു ഇപ്പോൾ തോന്നുന്നു. കാര്യം അനിമോൾ ഫൈനൽ വന്നു. പ്ലാച്ചി പോയതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഇപ്പോൾ ഇത്ര ആളുകൾ അവൾ അറ്റാക്ക് ചെയ്തിട്ടും അവൾക്ക് അറിയാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ചിലപ്പോൾ ഇതായിരിക്കാം. നന്നായിട്ട് കളിക്കാൻ വേണ്ടി അതെ, ഓഫ് കോഴ്സ്. എനിക്ക് അവിടെ പോയിട്ട് പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഓരോ ആളുകൾക്ക് ഓരോ സിഗ്നൽ കൊടുത്തു. സാബി മോൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആരോടും അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. അനിമോളെ പോയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അനിമോൾ എൻ്റെ അത്രയും ഫേവറേറ്റ് ആണെന്നും എൻ്റെ ഫാമിലിയുടെ അംഗമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഒരു ഫേവറേറ്റ്സും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞു. അവളത് സെൻസോടെ മനസ്സിലാക്കി കളഞ്ഞു. പിന്നെ അവൾ വളരെ കൂളായിട്ട് കളിച്ചു. പിന്നെ പ്ലാച്ചിനെ പിടിച്ച് അങ്ങോട്ട് നടന്നില്ലല്ലോ. അറിഞ്ഞോ? ഒരു ഗെയിമിന് നമ്മളിപ്പോൾ ഒരു ഗെയിം എന്നെ അതിൽ വിട്ടത് ബൂസ്റ്ററായിട്ടാണ്. കാര്യം ഒരു ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം നമ്മളൊരു ഹോട്ടൽ ടാസ്ക് വന്നപ്പോൾ ഒരു ടാസ്കിന് വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ഷിയാസിനെ എൻ്റെ അകത്ത് എന്തുകൊണ്ട് ചെയ്യാം, പക്ഷേ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന്. എനിക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യാൻ തോന്നി. എന്നെ മാത്രം